ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് ചുരിദാറിൻ്റെ വേസ്റ്റ് ലൈനിൽ അതുപോലെ സാരിയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതൊരു കോട്ടൺ ക്ലോത്തിലാണ്. ഇതിൽ ഇങ്ങനെ ഒരു പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് ഫ്രീ ഹാൻഡ് വെച്ചിട്ട് വരച്ചതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ലീവ് സ്റ്റിച്ച് അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചാണ്. ഈ രണ്ട് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ചെറിയ ബീഡ്സൊക്കെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫ് പോലെ കാണുന്നിടത്ത് ലീവ് സ്റ്റിച്ച്, മറ്റേതിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചും കൊടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ആദ്യം ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അപ്പുറത്ത് ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ആ വരുന്ന സ്പേസ് തിരിച്ച് ബാക്കിലോട്ട് തന്നെ കുത്തിയെടുക്കുക. അപ്പോൾ ആ ഒരു സ്പേസും കൂടെ ഫില്ലായി കിട്ടും. അതുപോലെയാണ് ഈ ഒരു ലൈന് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഈ ഒരു ഷേപ്പിൽ നമ്മൾ ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ലീവ് സ്റ്റിച്ച് വെച്ചിട്ട് മുമ്പ് ഞാൻ ഒരുപാട് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ കെട്ട് കൊടുത്തിട്ടുള്ളൂ. 6 strands തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഇവിടെ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് തുന്നി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ബീഡ്സ് എടുത്തിട്ടാണ് തുന്നുന്നത്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷേപ്പും ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബ്ലൂ കളർ ഷോളും പാൻറ്റൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും.
അപ്പോൾ ഞാൻ ഇതിൽ ചില ലീഫിലൊക്കെ 2 ബീഡ്സ്, ചിലതിൽ 3 ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ലീഫിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എത്ര ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇനി തുന്നുന്നതിന് പകരം ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.